നമസ്കാരം, ഭാരത് ലീവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളീയ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഹൈറിച്ച് എന്ന് പറയുന്ന ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയെ പറ്റിയാണ്. അവർ അവകാശപ്പെടുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയല്ല എന്നൊക്കെയാണ്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായി ഹൈറിച്ചിന്റെ ഉടമയെ ആദ്യം അറസ്റ്റ് ചെയ്തു. പ്രതാപൻ എന്ന് പറയുന്ന ആളായിരുന്നു അതിൻ്റെ ഉടമയെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം സീനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തി. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകളുണ്ടായി. അവർക്ക് ജാമ്യം കിട്ടി. അപ്പോൾ അവർ രംഗത്ത് വന്ന് തങ്ങളുടെ കമ്പനി നല്ല കമ്പനിയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയല്ല എന്ന തരത്തിൽ ചില പരാമർശങ്ങളൊക്കെ നടത്തി. അവർ വലിയ സന്തോഷവും ആഘോഷവും ഒക്കെയായി മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ഏതായാലും ED അന്വേഷണം കൂടി വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അത് മണത്തറിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി, ഭാര്യയും ഭർത്താവും, ഇപ്പോൾ മുങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണ് ചെമ്മുന്ന നേരം കൊണ്ടാണ് EDയുടെ കണ്ണ് വെട്ടിച്ച് ഹൈറിച്ചിന്റെ ഉടമ പ്രതാപനും ഭാര്യ ശ്രേനയും കടന്നു കളഞ്ഞത്. സ്ഥാപകയും അവരുടെ ഭർത്താവുമാണ് ഇങ്ങനെ കടന്നിട്ടുള്ളത്. കണ്ടില്ല എന്ന മട്ടിൽ രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയെ വെട്ടിച്ച് കടന്നു കളയാൻ മാത്രം സാമർഥ്യമുള്ളവരാണ് ഇവർ രണ്ടുമെന്ന് ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. 1630 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽപ്പെട്ട ഹൈറിച്ച് കമ്പനിയിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തെ വെട്ടിച്ചാണ് ഇവർ കടന്നത്. മുഖ്യപ്രതികളെ കടത്താൻ സഹായിച്ചതും ആ വിവരം അറിയിച്ചതും പോലീസാണ്, കേരള പോലീസാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ED കേരള പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെ ഇവരുടെ ആസ്ഥാനത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ വലിയാലുക്കൽ കോലാട്ട് KD പ്രതാപൻ, ഭാര്യയും CEOയുമായ കാട്ടൂക്കാരൻ ശ്രീന എന്നിവരാണ് ഡ്രൈവർക്കൊപ്പം ഇന്ന് കാറിൽ പോയത്. സായുധ സേനയ്ക്കൊപ്പം എത്തിയ ED സംഘത്തിന്റെ വാഹന വ്യൂഹത്തിന് മുന്നിലൂടെ ഇവർ അതിവേഗം കടന്നു കളയുകയായിരുന്നു എന്നാണ് സൂചന. എന്നാൽ തങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ റെയ്ഡ് വിവരമറിഞ്ഞ് ഇവർ രക്ഷപ്പെട്ടുവെന്നാണ് ED വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതും. കണിമംഗലം വലിയാലുക്കലിലെ പ്രതാപന്റെ വീട്ടിലും ചേർപ്പ് വല്ലച്ചിറ തെരുവശ്ശേരിയിലെ ഹൈറിച്ച് കമ്പനി ആസ്ഥാനത്തുമായിരുന്നു രാവിലെ 10ഓടെ ED റെയ്ഡിനെത്തിയത്. അതീവ രഹസ്യമായാണ് റെയ്ഡ് ആസൂത്രണം ചെയ്തതെങ്കിലും വിവരം ചോർന്നത് തിരിച്ചടിയാവുകയായിരുന്നു. തട്ടിപ്പിന്റെ വ്യാപ്തി 1630 കോടി രൂപയാണെന്ന് ചേർപ്പ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നുവെങ്കിലും 100 കോടി രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന വിവരമാണ് ED അന്വേഷിക്കുന്നത്. GST വെട്ടിപ്പ് മാത്രമെന്ന വാദമുയർത്തി പ്രതാപനും ശ്രേനയും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും 1.63 ലക്ഷം നിക്ഷേപകരിൽ നിന്നായി 1630 കോടി രൂപ തട്ടിയെന്ന പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നതാണ് നിർണായകമായത്. 70ഓളം കടലാസ് കമ്പനികൾ നടത്തിയെന്നും ഇതിൽ 14 കമ്പനികൾ തൃശൂരിലാണെന്നും പോലീസ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് നേതാവ് അനിൽ അക്കര നൽകിയ പരാതിയിലാണ് ED അന്വേഷണം ആരംഭിച്ചത്. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ മണി ചെയിൻ തട്ടിപ്പ് നടത്തിയെന്നും ക്രിപ്റ്റോ കറൻസി ഇടപാടുകളടക്കം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നുമാണ് കണ്ടെത്തൽ. GST റെയ്ഡിനെ തുടർന്ന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ സാമ്പത്തിക തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തു വരികയായിരുന്നു. പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ വാർത്ത കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ചില ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് ഹൈറിച്ച് തട്ടിപ്പിന്റെ വാർത്തകൾ തുടരെ പ്രസിദ്ധീകരിച്ചത്. ഇതോടെ ആഭ്യന്തര സെക്രട്ടറിയുടെയും കോമ്പറ്റന്റ് അതോറിറ്റിയുടെയും ഓർഡർ നടപ്പാക്കാനുള്ള ഉത്തരവ് ഇന്നലെ വൈകിട്ട് ജില്ലാ കളക്ടർ പുറപ്പെടുവിക്കുകയായിരുന്നു. EDയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും പ്രത്യേക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് അമിത ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിക്കുകയും നിക്ഷേപകർ ആവശ്യപ്പെട്ടിട്ടും പണം തിരികെ നൽകാതെ വഞ്ചിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെയും ഉടമകളുടെയും പേരിലുള്ള സ്വത്തുക്കൾ താൽക്കാലികമായി ജപ്തി ചെയ്യുന്നതിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. ഹൈറിച്ച് OTT പ്ലാറ്റ്ഫോമിലേക്ക് 3 ലക്ഷം ബോണ്ടുകൾ 5 ലക്ഷം വിലയിട്ട് നൽകി നിയമവിരുദ്ധമായി തട്ടിയെടുത്തത് 15,000 കോടി രൂപയാണ്. ഒരു ബോണ്ടിന്റെ വില 5 ലക്ഷം രൂപ. ഒരു ബോണ്ടിന്റെ വില 5 ലക്ഷം. 2 വർഷത്തേക്കാണ് ബോണ്ട്. 2 വർഷം കഴിയുമ്പോൾ ബോണ്ട് തുകയടക്കം 55 ലക്ഷം രൂപ തിരികെ ലഭിക്കുമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നതെന്നാണ് സൂചന. കൂടാതെ മണി ചെയിൻ വഴി ഏകദേശം 8,000 കോടി രൂപയും തട്ടിയെടുത്തു കഴിഞ്ഞു. ഇതിൽ 5,000 കോടി രൂപ വിദേശത്തേക്ക് കടത്തിയതായും സംശയം ഉയരുന്നുണ്ട്. ഏതായാലും രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസിയെ കബളിപ്പിച്ചാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിന്റെ ഉടമകൾ മുങ്ങിയിരിക്കുന്നത്. അതും കേരള പോലീസിൽ നിന്നും വിവരം ചോർന്നതിന്റെ അടിസ്ഥാനത്തിലാണെന്ന തരത്തിലുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നു.